അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. 4ാം ക്ലാസ് ഫിഖ്ഹ് പാദവാർഷിക പരീക്ഷയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് വിശകലനം ചെയ്യുന്ന ഒരു വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് സമയം കളയാതെ ചോദ്യങ്ങൾ വായിക്കാം. ഒന്നാമത്തെ സെക്ഷൻ യോജിപ്പിക്കാം എന്നാണ്. അതിൽ 6 ഉദാഹരണങ്ങൾ ബ്രാക്കറ്റുകളിലായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് 6 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് യോജിച്ചത് മുകളിൽ നിന്ന് എടുത്തെഴുതണം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. വുളൂഇൻ്റെ ഫർളുകൾ നമുക്ക് നോക്കാം. അതിൽ നിന്ന് യോജിച്ചത് 6 എന്നതാണ്. അപ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. രണ്ടാമത്തെ ചോദ്യം കുളിയുടെ ഫർളുകൾ 2. മൂന്നാമത്തത് 200 ലിറ്റർ വെള്ളം അതിനോട് യോജിച്ചത് 2 കൊല്ലത്തി എന്നതാണ്. നാലാമത്തെ ചോദ്യം തൊഹൂർ എന്നതിനോട് യോജിച്ച മുകളിലുള്ളത് മഴ വെള്ളം ആണ്. അപ്പോൾ നമുക്ക് നാലാമത്തതിന് മഴവെള്ളം എന്നെഴുതാം. അഞ്ചാമത്തത് ത്വാഹിർ ജ്യൂസ് ആണ് ത്വാഹിറിൻ്റെ നേരെ എഴുതേണ്ടത്. ആറാമത്തത് മുത്തവസ്സിത്തായ നജസ് ഏതാണെന്നാണ്. മദീ നമുക്ക് എഴുതാം. നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. രണ്ടാമത്തെ സെക്ഷൻ തെറ്റുകൾ ശരിയാക്കി എഴുതാം. അതിൽ 4 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബൂവത്തിൻ്റെ 10ാം വർഷം റമളാൻ മാസത്തിലാണ്. ഇത് തെറ്റായ കാര്യമാണ്. നമുക്ക് ശരി എന്താണെന്ന് നോക്കാം. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബൂവത്തിൻ്റെ 11ാം വർഷം റജബ് മാസത്തിലാണ്. നുബൂവത്തിൻ്റെ 11ാം വർഷമാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. അതേപോലെ മാസം റജബ് മാസമാണ്. രണ്ടാമത്തത് വുളൂഇൽ നിയ്യത്ത് പറയൽ നിർബന്ധമാണ്. തെറ്റാണ്. കാരണം വുളൂഇൽ നിയ്യത്ത് പറയൽ സുന്നത്താണ്. ശരി ഇങ്ങനെയാണ്. വുളൂഇൽ നിയ്യത്ത് പറയൽ സുന്നത്താണ്. മൂന്നാമത്തത് ലഹരി ദ്രാവകങ്ങൾ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. അങ്ങനെയല്ല, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ശുദ്ധിയാകുന്നത്. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതണം. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും. നാലാമത്തെ ചോദ്യം ശൗചം ചെയ്യേണ്ട വെള്ളം ത്വാഹിറായിരിക്കണം. ത്വാഹിർ എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമാണ്. നമുക്കറിയാം, ശൗചം ചെയ്യണമെങ്കിൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ തൊഹൂറായ വെള്ളം ആയിരിക്കണം. അപ്പോൾ ശരിയാക്കി ഇങ്ങനെ എഴുതാം. ശൗചം ചെയ്യേണ്ട വെള്ളം തൊഹൂറായിരിക്കണം. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഉത്തരം എഴുതാം. മൂന്നാമത്തെ സെക്ഷൻ ഉത്തരം എഴുതാം. അതിൽ 4 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം മുസ്തഅമൽ എന്ന് പറയുന്നു ഏതിനെ? ഒന്നാമത്തേത് ഒന്നുകൂടി വായിക്കാം. മുസ്തഅമൽ എന്ന് പറയുന്നു ഏതിനെ? ഉത്തരം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയുന്നത്. ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം വായിക്കാം. ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത്? ഒന്നുകൂടെ വായിക്കാം. ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത്? ഉത്തരം ഹൈളോ നിഫാസോ ഉള്ള അവസരത്തിൽ നിസ്കരിക്കൽ ഹറാമാണ്. ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടാൻ പാടില്ല. അപ്പോൾ ഹൈളോ നിഫാസ ഉള്ള അവസരത്തിലുള്ള നിസ്കാരം ഖളാ വീട്ടാൻ പാടില്ല. നമുക്ക് മൂന്നാമത്തെ ചോദ്യം വായിക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം വായിക്കാം. നജസല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം? മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി. മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി ഇവയുടെ ശവങ്ങൾ നജസല്ല. നാലാമത്തെ ചോദ്യം ഹൈളിൻ്റെ ചുരുങ്ങിയ സമയവും കൂടിയ ദിവസവും എത്ര? ചുരുങ്ങിയ ദിവസം 1 ദിവസമാണ്. കൂടിയാൽ 15 ദിവസവുമാണ്.
നമുക്ക് നാലാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. വ്യക്തമാക്കാം. നാലാമത്തത് വ്യക്തമാക്കാം എന്നാണ്. അതിൽ 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം തൊഹൂർ എന്നാണ്. തൊഹൂർ എന്താണെന്ന് വ്യക്തമാക്കണം. നമുക്ക് പറയാം, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതിനുമാണ് തൊഹൂർ എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം മുഖഫഫ്. മുഖഫഫ് എന്ന് വെച്ചാൽ 2 വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ്. മുഖഫഫ് എന്ന് വെച്ചാൽ ലഘുവായ നജസാണ്. അത് 2 വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ്. മൂന്നാമത്തത് നിഫാസ് എന്താണെന്നാണ്. പ്രസവത്തിനു ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. നാലാമത്തെ ചോദ്യം വുളൂഇൻ്റെ നിയ്യത്തിൻ്റെ രൂപം. വുളൂഇൻ്റെ നിയ്യത്തിൻ്റെ രൂപം. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നമുക്ക് 5ാമത്തെ സെക്ഷൻ നോക്കാം. 5 2 വീതം എഴുതാം. 2 വീതം എഴുതാനാണ്. അതിൽ 4 ചോദ്യങ്ങളുണ്ട്. 1 നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ: 1 മുസ്ലിമാവുക, 2 പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. ഈ കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്കൊന്നുകൂടി വായിക്കാം. മുസ്ലിമാവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധിയുണ്ടാവുക, ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. രണ്ടാമത്തെ ചോദ്യം ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ. ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ: 1 ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, 2 ഭക്ഷണ വസ്തു, 3 എല്ല്. ഈ 3ൽ നിന്ന് 2 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ. 1 ബാങ്ക് വിളിക്കുക. ബാങ്ക് കൊടുക്കണമെങ്കിൽ വുളൂ എടുക്കൽ സുന്നത്താണ്. 2 ഖബർ സിയാറത്ത് ചെയ്യുക. 3 ഉറങ്ങാൻ ഉദ്ദേശിക്കുക. അതോടൊപ്പം ഖുർആൻ ഓതുക. 4 വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. നമ്മൾ ഒരുപാട് 4-5 കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട് പാഠത്തിൽ. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ: മനി പുറപ്പെടുക, പ്രസവിക്കുക, അല്ലെങ്കിൽ ഹൈള്, നിഫാസ്, രക്തം മുറിയുക. അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള 2 എണ്ണം എഴുതുക. 6ാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. പൂരിപ്പിക്കാം എന്നതാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. 1 അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ ഫവാഹിഷ്. അതിൻ്റെ ഇടയിൽ വിട്ടുപോയത് നമ്മൾ എഴുതണം. നമുക്ക് ഇങ്ങനെ വായിക്കാം: അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അപ്പോൾ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. 2 ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. അൽ ഇസ്ലാമി ലിമൻ തറക എന്നതാണ് വിട്ടുപോയത്. അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കണം. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. അപ്പോൾ ഇത്രയുമാണ് 4ാം ക്ലാസ് ഫിഖ്ഹിൻ്റെ പരീക്ഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.